കൂട്ടുകാരെ നമസ്കാരം. രാവിലത്തെ കുറച്ച് പാചകമൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം എന്തൊക്കെ കറികളാണ് വേണ്ടതെന്ന് തലേന്ന് തന്നെ തീരുമാനിക്കും. എൻ്റെ കുറുമ്പിയാണ് കേട്ടോ അടുത്തിരുന്ന് ചിരിക്കുന്നത്, എൻ്റെ മുല്ലക്കുട്ടിയാണേ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, പിറ്റേ ദിവസം എന്തൊക്കെ കറികളാണെന്ന് വേണ്ടിയിട്ട് തലേ ദിവസത്തെ തീരുമാനിച്ച് വെക്കും. അപ്പോൾ അതനുസരിച്ച് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റി നേരത്തെ വെക്കും. തേങ്ങയൊക്കെ തിരകി വെക്കും. അതാകുമ്പോഴത്തേനും ഒരു അരമണിക്കൂർ കൂടി ലേറ്റായിട്ട് എണീറ്റാൽ മതിയല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നാളെ അടുത്ത ദിവസം സാമ്പാർ ഉണ്ടാക്കാൻ നേരിയതാകുമ്പോൾ ചോറിനും കാപ്പിക്കും സാമ്പാർ എടുക്കാമല്ലോ എന്ന് കരുതി ഇഡലി സാമ്പാറും കഴിച്ചിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ ഇഡലി ഉണ്ടാക്കാൻ കരുതി മിക്സിയിലാണ് കേട്ടോ അരച്ചത്. എൻ്റെ ഗ്രൈൻഡർ പണി മുടക്കി ഇരിക്കുവാണേ. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ സ്ഥിരം ദോശ ഇഡലി ആയിരുന്നു. കാരണം ചേട്ടനൊക്കെ കാപ്പി ചോറൊക്കെ കൊടുത്തു വിടുമ്പോഴത്തേനും കൂലിപ്പണിക്കാരല്ലേ, എവിടെയെങ്കിലും പുറത്തൊക്കെ വെയിലത്തൊക്കെ ബാഗൊക്കെ കൊണ്ടുവച്ചിട്ടായിരിക്കും ജോലി ചെയ്യണം. 10 മണിക്ക് അവർ കാപ്പി കുടിക്കാൻ എടുക്കുമ്പോഴത്തേക്കും വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മുടെ ഈ പാത്രത്തിനുള്ളിൽ ഇരിക്കുന്ന ഈ കാപ്പിയൊക്കെ ഇങ്ങനെ മൊരുമരായി പോകും കേട്ടോ. അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ പോവും. അതുകൊണ്ട് തന്നെ കൂടുതലും ദോശ ഇഡലിയൊക്കെ ആയിരുന്നു. ഗ്രൈൻഡർ ചീത്തയതിനു ശേഷം മാവ് ഇടയ്ക്ക് പുറത്തുനിന്ന് മേടിച്ച് ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കും. അല്ലെങ്കിൽ കൂടുതലും ഗോതമ്പ് അരിപ്പൊടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് സാമ്പാറിൻ്റെ കൂടെ ഇഡലി അടിപൊളിയല്ലേ, അതുകൊണ്ടാണ് ഇഡലി സാമ്പാർ ഉണ്ടാക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് അതൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാമെന്ന് കരുതി അതും ഒന്ന് മുറിച്ച് മസാലയൊക്കെ ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. മീൻ അപ്പോഴത്തേനും കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഞാൻ തലേ ദിവസം രാത്രി ചെയ്യണതാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ചേട്ടൻ വരുമ്പോൾ ജോലിക്ക് വിട്ടുവരുമ്പോഴത്തേനും വച്ചുകൊണ്ട് വരും. അപ്പോൾ അന്നേരം മീനില്ലാത്തത് കൊണ്ട് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാമെന്ന് കരുതി ഒരു ദിവസം വെജിറ്റേറിയൻ ആയിക്കോട്ടെ എന്ന് കരുതി അതൊക്കെ ഒന്ന് മസാല പുരട്ടി വെച്ച് സാമ്പാറിൻ്റെ കഷ്ണങ്ങളിട്ട് പരിപ്പൊന്ന് കഴുകിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, പിന്നെന്താണ് ഒരിത്തിരി ഉലുവയുടെ പൊടിയും കൂടി ഞാൻ ചേർക്കും കേട്ടോ. എന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്കത് ഞാൻ ആദ്യം മുതലേ ചേർക്കും. പിന്നെ കായപ്പൊടി, പുളി ഒന്ന് കുതിർത്തത്, പുളിയുടെ വെള്ളം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് ഒരൊറ്റ വിസിൽ കേട്ടോ, കിടക്കണതിന് മുന്നെയാണ് ഒറ്റ വിസിൽ കേൾപ്പിക്കും. പിന്നെ അതിൻ്റെ അടപ്പൊന്നും തുറന്നു നോക്കില്ല, പിറ്റേ ദിവസമേ അത് തുറക്കുള്ളൂ. അങ്ങനെ ചെയ്യണതുകൊണ്ട് അത് ചീത്തയായി പോകത്തൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഈ വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്യണത് ഞാൻ പിറ്റേന്നാണ് ചെയ്തത്, പക്ഷേ ഈ വീഡിയോ എങ്ങനെയോ ഇടയ്ക്ക് കയറിപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഒറ്റ വിസിൽ കേൾക്കുമ്പോഴത്തേനും ആ കുക്കർ അടച്ചു വയ്ക്കും. തലേ ദിവസം ഇങ്ങനെ വേവിച്ചിടുന്നതുകൊണ്ട് അത് ഇതുവരെ ഞാനിപ്പം കുറേ കാലം കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും അങ്ങനെ ചീത്തയായി പോയിട്ടില്ല. അതൊരു ഫലപ്രദമായ പിറ്റേന്ന് സമയം കുറവും അല്ലെങ്കിൽ അടുപ്പ് ഒഴിയുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഈ വെണ്ടയ്ക്കയുടെ അത് വീഡിയോ ചെയ്താൽ പിന്നെ വീണ്ടും കയറി വന്നു. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ്. ഞാൻ രാവിലെ അടുക്കളയിൽ വന്ന ഉടനെ സാമ്പാറൊന്ന് തുറന്ന് നോക്കിയിട്ട് അതൊന്ന് നന്നായിട്ട് അടിപൊളിയായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ചു. ഇതിപ്പം ഇഡലിയുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ. മുമ്പ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഇഡലിക്കും ദോശയ്ക്കൊക്കെ മാവ് നമ്മുടെ ഉരലിലാണ് ഇങ്ങനെ അരയ്ക്കണം. അപ്പം വെള്ളിയാഴ്ച വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോൾ അമ്മ ഇങ്ങനെ അരി ഇങ്ങനെ ആട്ടുന്നുണ്ടാവും. നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അമ്മിയിൽ അരയ്ക്കുന്ന കറികൾക്ക് ആട്ടുകല്ലിൽ അരച്ചുണ്ടാക്കിയ ദോശ ഇഡലിക്കൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇപ്പോഴും അതിൻ്റെ രുചിയാണ് കേട്ടോ. നമ്മൾ വേറെ എങ്ങനെയൊക്കെ ചെയ്തിട്ടും എത്ര ഗ്രൈൻഡറിൽ അരച്ചിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല. രാവിലെ ഒരു 5:30 മണിയൊക്കെ ആയപ്പോൾ മോളും കൂടി ഉണർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അല്ലിക്കും മുല്ലേക്കും ചെറിയ പനി ഉണ്ടായിരുന്നു. അല്ലിക്ക് ഇന്ന് രാവിലെ ഇത്തിരി പനിയുടെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ അവൾ രാവിലെ എണീറ്റ് വന്ന് നല്ല നിർബന്ധമൊക്കെ ആയിരുന്നു. കുടിക്കാനുള്ള വെള്ളം അടുപ്പിലൊന്ന് തിളപ്പിക്കാൻ വെച്ചു. കൃഷ്ണ തുളസി ഇലയോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ വെള്ള തുളസിയോ ഞവരയിലയോ ഒക്കെ ഇട്ടാണ് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നത്. സാമ്പാർ അന്നേരം കൊണ്ട് അടിപൊളിയായിട്ട് തിളച്ച് വന്ന് ഇഡലിക്കുള്ള മാവൊക്കെ കലക്കിയിട്ട് ഇഡലി തട്ടിൽ എണ്ണയൊക്കെ ചേർത്ത് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അതിലേക്ക് ഒന്ന് മാവ് ഒഴിക്കുകയാണ് കേട്ടോ. ഭയങ്കര ആഗ്രഹമായിരുന്നു എപ്പോഴെങ്കിലും ഒരു വീടൊക്കെ ഉണ്ടാവണ സമയത്ത് ഒരലും അമ്മിക്കല്ലൊക്കെ വേണമെന്ന്. ഇപ്പം വളരെ ഈ അടുത്തൊരു സമയത്താണ് കേട്ടോ അത് ആ ആഗ്രഹം ഒന്ന് നടന്നത്. നമുക്കൊരാൾ ഗിഫ്റ്റ് ചെയ്തതാണേ. അങ്ങനെ ഇഡലി തട്ടിലേക്ക് മാവൊക്കെ ഒഴിച്ച് ഇഡലിയൊക്കെ ഒന്ന് വേകാനായിട്ട് വെച്ചു. സ്പീഡിന് പണി നടക്കുവാണ്. കാരണം 6:45 ആകുമ്പോൾ ചേട്ടന് പോകണം. അതിന് മുന്നേ കാപ്പിയും ചോറും ഒക്കെ റെഡി ആയിരിക്കണം. അതിനിടയ്ക്കാണ് ഇവളുടെ ഈ ഒരു വാശിയും വഴക്കും പിണക്കും ഒക്കെ കേട്ടോ മോളുടെ. അങ്ങനെ ഞാൻ നേരെ അവളെ ചേട്ടനെ കൈമാറിയിട്ട് ഞാൻ എൻ്റെ പണികൾ വളരെ സ്പീഡായിട്ട് രാവിലെ ഭയങ്കര സ്പീഡിന് നിന്നാലേ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നടക്കും കേട്ടോ. അതിനിടയ്ക്ക് ഒന്ന് കറണ്ട് പോയാലോ അല്ലെങ്കിൽ കുട്ടികളൊന്ന് പിണങ്ങിയാലോ ഒക്കെ തീർന്നു. നമ്മുടെ പരിപാടി മൊത്തം അവതാളത്തിലാവും. അന്നേരം കൊണ്ട് അടുപ്പൊഴിഞ്ഞപ്പോൾ അടുത്ത് വെണ്ടയ്ക്ക ഒന്ന് മെഴുക്കുവരട്ടി വെക്കാൻ വെച്ചു. ഞാൻ സവാളയൊക്കെ പിറ്റേന്ന് മാത്രമേ അരിഞ്ഞ് ചേർക്കാറുള്ളൂ കേട്ടോ. തലേ ദിവസം അരിഞ്ഞ് വെക്കാറില്ല, വിഷാംശം വരും എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഒരു സവാളയും 2-3 എരിവിന് ആവശ്യമുള്ള മുളകും ഉപ്പും കൂടി ചേർത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചു. ഒരിക്കലും നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വയ്ക്കുമ്പോൾ അടച്ച് വെക്കരുതേ, അത് ഇങ്ങനെ ഒരുമാതിരി കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത അടുപ്പ് ഒഴിഞ്ഞപ്പോഴത്തേനും സാമ്പാറിനൊന്ന് കടുവറുക്കാൻ വേണ്ടിയിട്ട് കടുക്, ചെറിയ ഉള്ളി, കരിവേപ്പിലൊക്കെ ഇട്ടു. ഈ കരിവേപ്പിലും ചെറിയ ഉള്ളിയൊക്കെ ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് മൊരിഞ്ഞ് വരണ മണം അല്ലേ, നല്ല അടിപൊളി മണമാണ്.
ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ ഉള്ളിയൊക്കെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് സവാള സോറി ഈ ഒരു കടുക് വറുത്ത് സാമ്പാറിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു. അതൊന്ന് നന്നായിട്ട് ഇളക്കി വെച്ചു. അപ്പോഴത്തേനും ഇഡ്ഡലി സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ പൊരിച്ചതും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയൊക്കെ ശരിയായി. അപ്പോഴത്തേനും പിന്നുള്ളത് ലാസ്റ്റാണ് കേട്ടോ ചായ ഇടുന്നത്. ഏറ്റവും ലാസ്റ്റേ ചായ ഇടാറുള്ളൂ. അപ്പോഴത്തേനും അദ്ദേഹം പോവാറ് ആ ഒരു സമയമാകുമ്പോഴത്തേനാണ് ചായ ഇടുന്നത്. അങ്ങനെ ചായയൊക്കെ ഇട്ടു. പാചകമല്ല കേട്ടോ ഏറ്റവും വലിയ പരിപാടി, ഏറ്റവും വലിയ പണി എന്ന് പറയണത് നമ്മൾ ഈ ചോറ് പൊതി കെട്ടണത് അല്ലെങ്കിൽ കറികൾ കുപ്പിയിലാക്കണം, അങ്ങനെ ഭയങ്കര പാടുള്ള പണിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇലപ്പൊതിയൊക്കെ മാറ്റി ഇപ്പോൾ ചോറ്റ് പാത്രത്തിലാണ് ചോറൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേനും അതൊക്കെ പാക്ക് ചെയ്ത് ഒന്ന് ശരിയാക്കിയിട്ട് അപ്പോൾ എനിക്ക് തോന്നി ഇഡ്ഡലി സാമ്പാറും ഇങ്ങനെ സാമ്പാർ ഒഴിക്കുന്ന ഒരു വീഡിയോ കൂടി കാണിക്കാം എന്ന് കരുതി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത്തിരി ഡയലോഗ് കൂടുതലാണ് കേട്ടോ. എന്നാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.